കണ്ണാന്തലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിലും വളരെ ചെലവ് കുറഞ്ഞും ഈ ചെറിയ നൂൽക്കമ്പി, ചെറിയ മുത്തുകള് ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മരത്തിന്റെ രൂപം അതാണിന്ന് ചെയ്ത് കാണിക്കുന്നത്. ഇതങ്ങനെ ഒരു ചെറിയൊരു മരമാണ്. ഇത് ഞാൻ കുറെ വർഷം മുമ്പ്, ഒരു 10-15 വർഷം മുൻപ് ചെയ്തതാണ്. ഇത് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാന്നുള്ളത് പരിചയപ്പെടുത്താം. അത് അതെ, ഈ കമ്പി ഗോൾഡൻ കളറിലുള്ള കമ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് സിൽവർ കളറിലുള്ള കമ്പി വേണമെങ്കിൽ നമുക്ക് അതും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കുറച്ച് മുത്തുകൾ, ഒരു 2-3 കളറിലുള്ള മുത്ത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ വാങ്ങിച്ചതായി. ഇതല്ലാതെ നമുക്ക് വീട്ടിലെ ചെറിയ കുട്ടികളുടെ മാല പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നല്ല ഭംഗിയുള്ള മുത്തൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് ആവശ്യമുള്ളത് ഒരു റീഫില്ലാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. ഇനി ഇതിനെ എങ്ങനെ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് കുറച്ച് കമ്പി, മുത്ത്, ഒരു റീഫില്ല്, ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഒരു പ്ലയർ കൂടി വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യം വരുവാണെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെയുള്ള ഈ കമ്പി നമ്മളെല്ലാം ഒരു എത്ര എണ്ണമാണ്, മരത്തിന്റെ വലുപ്പം എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് കമ്പിയുടെ എണ്ണം കൂട്ടാവുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു 10-20 കമ്പി എടുത്തിട്ടുണ്ട്. അത് എത്ര വലുപ്പമാണോ അതിനനുസരിച്ചിട്ടാണ് കമ്പിയുടെ എണ്ണം നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഒരു കമ്പി എടുത്തിട്ട് നമ്മൾ അതിന്റെ സ്റ്റെമ്മാണ് ഉണ്ടാക്കുന്നത്. സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 2ആക്കി മടക്കിയിട്ട്, കമ്പിയെ 2ആക്കി മടക്കി, ഇനി അതിന് വേറൊരു കമ്പി എടുത്ത് ചുറ്റി ചുറ്റി നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റെം ഉണ്ടാക്കുക. അത് ഒരു താഴെ വരെ നമ്മൾ ചുറ്റിയെടുക്കണ്ട. പകരം എന്താ, ഒരു കുറച്ച് നമുക്കിതിനൊരു സീറ്റിംഗ് വേണമല്ലോ, ഇരിക്കണമല്ലോ. ഇത് നമ്മളൊരു ടേബിളിലോ എവിടെയെങ്കിലുമൊക്കെ വെക്കുമ്പോൾ, ടീപ്പോയിലൊക്കെ വെക്കുമ്പോൾ ഈ മരം അവിടെ ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചുറ്റിയെടുത്തിട്ട് കുറച്ച് മുകളിൽ വെച്ചിട്ട് ഈ ചുറ്റലിനെ അവസാനിപ്പിക്കുക. ഞാനിപ്പോൾ ഇതിനെ ഇത്രയൊക്കെ വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. ബാക്കി ഈ പോർഷൻ ചുറ്റിയെടുത്തിട്ടില്ല. അത് നമുക്ക് താഴെ അതിൻ്റെ സീറ്റിംഗ് ആയിട്ട് അതിങ്ങനെ അതിനെ വളച്ച് വളച്ച് കൊടുക്കണം. ഇങ്ങനെ ഉള്ളാക്കില്ലേ, താഴെ ഇരിക്കുന്ന കണക്ക്. ഇതിങ്ങനെ ആയിട്ടുണ്ട്, കാണുന്നുണ്ടാവും. നമുക്കതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത പണി, ഇതിനെ ഓരോന്നിനെയായിട്ട് വിടർത്തിയെടുക്കുക. അതിനുശേഷം നമ്മുടെ റീഫില്ലിൻ്റെ ഉപയോഗമാണ് ഇപ്പോൾ. അതിനുശേഷം റീഫില്ലിൻ്റെ ചുറ്റുമായിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് ചുറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ മുത്തായിട്ട് കോർക്കുക. ഇങ്ങനെ ഈ ചുറ്റിയതിന് ശേഷം ഈ മുത്തിനെ അവിടെ നിൽക്കാനാണ് നമ്മൾ ആ സ്പ്രിങ് പോലെ ആക്കി എടുക്കുന്നത്. ഇട്ടു. പിന്നെ ബാക്കിയുള്ളത് എത്ര നീളമാണ് നമ്മുടെ കമ്പിക്കുള്ളെങ്കിൽ അത്ര നീളം അങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുപോവാം. ഇത്രേ ഉള്ളൂ പണി. അങ്ങനെ എല്ലാ കമ്പിയും ഇതുപോലെ ചുറ്റിയെടുക്കുക. അതിലെല്ലാം മുത്തും കയറ്റണം. നമ്മുടെ ചെറിയ മരം റെഡി ആയിട്ടുണ്ട്. ഈ ബീഡ്സും കമ്പിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ ട്രീ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. നമുക്കിതിനെയൊക്കെ പിടിച്ച് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് വളച്ച് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. ഡ്രസ്സിങ് ടേബിളിൻ്റെ മുകളിൽ, കണ്ണാടിയുടെ മുൻപിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇതുപോലുള്ള ചെറിയ ചെറിയ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണമായിട്ട് നമുക്ക് കണ്ണാന്തലി വഴി ഇനിയും കാണാം.
ഇത് ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.